സന്തോഷം ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാരോടും പറഞ്ഞു. വലിയ സന്തോഷം. ഇതിനപ്പുറം എന്റെ സന്തോഷം വേറെ ഇല്ലല്ലോ. ഒരു ബാല്യത്തിലെ കുട്ടികളെ ക്രിക്കറ്റിൽ കളിപ്പിച്ചു കൊണ്ടുവന്നു, അവര് കളിച്ചു വന്നു. അതിനകത്ത് ഈ ലോകത്ത് ക്രിക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയത് സന്തോഷമാണ്. അല്ല, നമ്മള് ഈ അവഗണനയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും കളിക്കുന്നവരാണ്. കുട്ടികളെ കൂടെ കളിക്കുന്നവരൊക്കെ നല്ല കളിക്കാരാണ്. സഞ്ജുവിനെ പോലെ കളിക്കുന്നവരാണ്. ഇഷാൻ, ഋഷഭ്, KL രാഹുൽ, ഇവര് 4 പേരും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരാണ്. ആരും മോശക്കാരല്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ളവരാണ്. ചില അവസരങ്ങൾ ചിലപ്പോ ചില തെറ്റുകൾ ചില സെലക്ടേഴ്സിനോ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റാം. അത്തരത്തിൽ വിചാരിച്ചാൽ മതി. ഇനിയിപ്പം 10 വേൾഡ് കപ്പ് ജയിച്ചാലും ശരി, ഒരു കഥയല്ലേ ഉള്ളൂ. എന്റെ മകൻ ഇത് ജയിച്ചു, ബാക്കിയൊക്കെ മറന്നു. ഇതിനു മുമ്പ് എന്തൊക്കെ ഉണ്ടായോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ, അതെല്ലാം മറന്നു. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ കഴിഞ്ഞു. അവനവന്റെ കാര്യം ചെയ്തില്ലേ. നമുക്ക് അതിനപ്പുറം വേറെ വേണ്ടല്ലോ. 5 വർഷം അവഗണിച്ചോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ ഇന്ന് ചെയ്തോ മതി, നമുക്ക് മറ്റതൊക്കെ മറക്കാം. ഈ അവസാനത്തെ 3 മത്സരം എങ്ങനെ കാണുന്നു? അവസാനത്തെ 3 മത്സരങ്ങളാണല്ലോ മത്സരങ്ങൾ. കാരണം അതായത് ഒരു ന്യൂസിലൻഡ് പര്യടനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 2024 T20യുടെ ഒരു സൂപ്പർ കോംബോ ആയിരുന്നു അഭിഷേകും സഞ്ജു. ആ ഒരു സൂപ്പർ കോംബോയെ ഏഷ്യ കപ്പിലൂടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. സഞ്ജുവിനെ അങ്ങോട്ടും ചിലത് കളിപ്പിച്ചില്ല, ചിലപ്പോൾ 5ാമത് മാറാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് അവനുണ്ടായി. ഇപ്പോൾ അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നേരത്തെയും പറഞ്ഞു. ന്യൂസിലൻഡുമായിട്ടുള്ള പര്യടനത്തിൽ 5 കളി ഓപ്പൺ ചെയ്ത് 5 കളി അവൻ പരാജയപ്പെട്ടു. 5 കളി പരാജയപ്പെടുന്ന സഞ്ജുവിന് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അവന്റെ ലൈഫിൽ, ക്രിക്കറ്റ് ലൈഫിൽ അവനിങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ 5 കളി ഇങ്ങനെ തുടർച്ചയായിട്ട് ആ ഒരു ഡിസ്റ്റർബൻസിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല വേൾഡ് കപ്പിൽ അവനുണ്ടാവുമെന്ന്, വേൾഡ് സ്കോറിൽ അവനുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ നഷ്ടപ്പെട്ടാൽ പിന്നെ ടീമിൽ വയ്ക്കില്ലല്ലോ സാറേ. അപ്പോൾ ഈ ടൂർണമെന്റിലും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു. എന്തോ ഭാഗ്യം അവനുണ്ടായി. അവസാനം അവന് ഒരു അവസരം കിട്ടിയപ്പോൾ അവനത് പ്രൂവ് ചെയ്തു. ഒരു തവണ തിരിച്ചു വന്നപ്പോ, ഫസ്റ്റ് കളിയിൽ അവൻ തിരിച്ചു വന്നപ്പോ അവന്റെ നാച്ചുറൽ ഗെയിമിലോട്ട് അവൻ വന്നു. അവനവന്റെ കളിയിലോട്ട് അവൻ വന്നു. കളിയിൽ വന്നെന്ന് പറഞ്ഞാൽ ആ കളിയിലൊരു നിമിത്തം എന്ന് പറഞ്ഞത്, ഒരു കളി കളിക്കാൻ കിട്ടി, ഓപ്പണിംഗ് ചെയ്തു. അവൻ ചെയ്ത് ടീം ക്വാർട്ടർ ഫൈനലാണ്, ഇന്ത്യ ക്വാർട്ടർ ഫൈനലാണ്. തുടക്കത്തിലൊരു വിക്കറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അവനെന്തോ ഒരു കരുതൽ കരുതി. അവനൊരു കരുതൽ പോലെ തോന്നി, എന്റെ ഒരു വിക്കറ്റ് കൂട്ടുകാരൻ പോയി. അപ്പോൾ ഇതിൽ ഒരു കളിയിൽ ഔട്ടായ നമ്മൾ ഔട്ടായി പോകും, നമ്മൾ ടൂർണമെന്റിൽ നിന്ന് ഔട്ടായി പോകും. അത് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഇനി ഔട്ടായി, രണ്ടാമത് ഒരു ഇഷാൻ കൂടെ ഔട്ടായി. അപ്പൊ അവൻ എന്ത് ചെയ്തു, കുറച്ച് സൂക്ഷിച്ച് കളിക്കാൻ തുടങ്ങി. ആ സൂക്ഷ്മതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു അവന്റെ മുന്നിൽ നിന്ന് 1 നഷ്ടപ്പെട്ടു, 2 നഷ്ടപ്പെട്ടു. പിന്നെ അവൻ കരുതി കളിച്ചു തുടങ്ങി, രാജ്യത്തിനെ കരുതി കളിച്ചു തുടങ്ങി. ആ കരുതല് ഒരു ഫ്ലിക്ക് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഫ്ലിക്ക് 4 ആയിട്ട് അത് മാറി. അത് അവര് ആവർത്തിച്ചത് കാണിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയും ജാഗ്രതയും ഒരു ജീനിയസ് ആണ്. ആ ഒരു കളിയാണ്. ആ കളിയിൽ അവൻ തിരിച്ചു വന്നില്ലേ, പിന്നെ അവന്റെ ലൈഫിലെ ക്രിക്കറ്റിൽ അവൻ തിരിച്ചു വന്നു. സെഞ്ചുറി ഒന്നും അല്ലല്ലോ. സെഞ്ചുറി എന്തിന് സെഞ്ചുറി? ടീം ജയിച്ചു, അതിൽ അവൻ ടോപ്പ് സ്കോററായി. ഇതൊക്കെ തന്നെയാണ്. അതിനപ്പുറം നമ്മൾ സെഞ്ചുറി ഞാനും മോഹിച്ചതാണ്. പക്ഷെ കളി ജയിക്കുകയാണ് പ്രധാനം. അതെ, അതിന് എടുക്കേണ്ട സമയത്തിലാണ് എടുക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റ് അല്ലല്ലോ ഇത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് അപ്പുറത്ത് ടീമിന് വേണ്ടി കളിക്കുന്നതാണ് സഞ്ജു ഈ പോസിറ്റീവ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെ ആയിപ്പോകുന്നത്. നമുക്ക് സഞ്ജുവിനെ, നമ്മുടെ കേരളത്തിന് സഞ്ജുവിനെ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? കളികൾ നഷ്ടപ്പെടുന്നു. അവൻ പോയി ടീമിന് വേണ്ടി കളിക്കുന്നു, കരുതി കളിക്കുന്നില്ല. അവനെ കരുതി ഇന്നുവരെ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. അവനെ കരുതി ക്രിക്കറ്റ് കളിച്ചെങ്കിൽ അവനെ ഒരാൾക്കും വെളിയിലാക്കാൻ നോക്കില്ല. പണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മാച്ചിന് പോകുമ്പോൾ 99 റൺ അടിച്ചിട്ടൊന്നും എന്റെ മനം സമ്മതിക്കത്തില്ല. 100 അടിച്ചിട്ടേ വരാവൂ. അതാണ് കഥ. അപ്പൊ ഇപ്പോ കുറച്ച് മെച്ചൂർഡായപ്പോ അവൻ പോകുന്നു, ടീമിന് വേണ്ടി കളിക്കുന്നു, ഒരു 4 അടി അടിക്കുന്നു,
3 6 പോകുന്നു 4 തൊട്ടായി വരും. അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മുടെ ഈ ക്വാർട്ടർ ഫൈനൽ കളിച്ചതേ കൃത്യമായി സൂക്ഷിച്ചല്ലേ കളിച്ചു. അങ്ങനെ കരുതി കളിച്ചാൽ അവൻ ടീമിനെയും കൊണ്ട് എവിടെ എത്താൻ പറ്റും, അവനും എത്താൻ പറ്റും. അവൻ കുറച്ച് പാഠം പഠിച്ചു. ഈ ടൂർണമെന്റിൽ അവൻ ചെറിയൊരു പാഠം പഠിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിനി ഒരു 5-6 വർഷത്തേക്ക് നമ്മുടെ സഞ്ജുവിനെ നമുക്കിങ്ങനെ കണ്ടോണ്ടിരിക്കാം. സഞ്ജുവിന്റെ അമ്മയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? അമ്മ ആശുപത്രിയിൽ ഇവിടെ വീട്ടിലുണ്ട്. ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുന്നതാണ് പക്ഷേ വരാതെ. വളരെ ഉത്സാഹഭരിതയാണ് മകന്റെ ഈ പറഞ്ഞു. ആള് വലിയ സ്ട്രോങ് ആണ്. എന്റെ ശ്രീമതി വലിയ സ്ട്രോങ് ആണ്. T20 വേൾഡ് കപ്പ് ഏറ്റവും വലിയ ചികിത്സയായിട്ട് മാറിയിട്ടുണ്ട്. ആരോഗ്യവതിയായിട്ടുണ്ട്. ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് സ്ക്രീനിൽ മോനെ നോക്കിക്കിടക്കുന്ന അമ്മയാണ് കാണാൻ കഴിഞ്ഞത്. ചരിത്ര നേട്ടം ഈ ഓക്സിജൻ മാസ്ക് വെച്ച് സ്വന്തം ബെഡിൽ നിന്ന് ലുക്ക് മുഴുവൻ സ്ക്രീനിലാണ്. ആ അമ്മയെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നു. ഞങ്ങൾ ഈ മകനെ രാജ്യത്തിന് തന്ന അമ്മയാണ്. അച്ഛന് റോളുണ്ടെങ്കിലും 10 മാസം ചുമന്ന് പ്രസവിച്ചത് അമ്മയാണ്. അപ്പൊ ഇത് സാർവദേശീയ വനിതാ ദിനത്തിലാണ് ഈ അമ്മയെ നമ്മൾ അനുമോദിക്കുന്നത്. അത് മാത്രമല്ല, എന്റെ മക്കളുടെ ആരോഗ്യം എന്റെ ഭാര്യയാണ്. രാവിലെ അടുക്കളയിൽ കയറിയാൽ രാത്രി വരെ ഞങ്ങൾ കിടന്നുറങ്ങും. അച്ഛനും മക്കളെ ഞങ്ങൾ കോട്ടയത്തിൽ കിടന്നുറങ്ങും. രാവിലെ എഴുതി നോക്കും, മക്കൾക്ക് അലുവ ഉണ്ടാക്കി വെക്കും, അതുണ്ടാക്കി വെക്കും. എന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരെ തീറ്റിച്ച് അവർ ആരോഗ്യം സംരക്ഷിച്ച് രോഗിയായി. ആസ്മ വന്നു. ഒരു പോലീസ് ക്വാർട്ടേഴ്സിലെ ഒരു മുറിക്കകത്ത് ഒരു ചെറിയ കിച്ചനകത്ത് ഈ കിടന്ന് പുകയും കൊണ്ട് മക്കളെ തീറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി അവരെ തീറ്റിച്ച് അവരെ ഈ ലെവലിൽ അവരെ ആരോഗ്യവന്മാരാക്കി വെച്ചിരിക്കുന്നു. ആ അമ്മയാണത്. അത് സാർവദേശീയ വനിതാ ദിനത്തിൽ ഒരു വനിതയ്ക്കും ഒരു അമ്മയ്ക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രോഫിയാണ് ഈ T20 വേൾഡ് കപ്പ്. ഇന്ന് അതാണ് മാർച്ച് 8 അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാ ചാനലുകളും.